ഹായ് ഓൾ, ഞാൻ ഡോക്ടർ പ്രദോഷ്. ഇന്ന് ഫാറ്റി ലിവറും അതിൻ്റെ രോഗനിർണയത്തിൽ ഫൈബ്രോ സ്കാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാറ്റി ലിവർ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഇപ്പം നമ്മളൊരു 5 ആളെടുത്താൽ 2 ആൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്നാണ് കണക്ക്. ഇന്ത്യയിൽ ഒരു 40% ആൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. എന്താണ് ഫാറ്റി ലിവറിൻ്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഫാറ്റി ലിവർ നല്ല ശതമാനം ആൾക്കാരിൽ ലിവറിന് ഒരു നീർക്കെട്ട് ഉണ്ടാക്കും. അതിന് നമ്മൾ സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ആ നീർക്കെട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ലിവറിലൊരു സ്കാർ വരും, അതായത് മുറിവ് ഉണങ്ങുന്ന പോലെ. അപ്പോൾ സ്കാർ വരുമ്പോഴാണ് ഫൈബ്രോസിസ് വരുന്നത്. അന്നേരം ലിവർ ഫൈബ്രോസിസ് എന്ന് വെച്ചാൽ ലിവർ ചുരുങ്ങുന്ന ഒരു പ്രക്രിയ തുടങ്ങും. പിന്നെ അത് ഫൈബ്രോസിസ് കൂടി ലിവർ നന്നായിട്ട് ചുരുങ്ങുന്നതിനെയാണ് നമ്മൾ ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. പിന്നെ ലിവർ സിറോസിസ് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ വളരെ അപൂർവം, ഒരു 1-2% വരെ ആൾക്കാരിൽ ലിവറിന്റെ ക്യാൻസർ വരെ ഉണ്ടാക്കാം. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പ്രമേഹ രോഗികളിൽ ഈ അസുഖങ്ങൾ വരാനുള്ള റിസ്ക് 4 മടങ്ങ് കൂടുതലാണ്. അത് മാത്രമല്ല, പ്രമേഹ രോഗികളിൽ ഇപ്പം നമ്മൾ തന്നെ അടുത്ത് നടത്തിയ ഒരു പഠനത്തിൽ കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു 22% ആൾക്കാർക്ക് നല്ല രീതിയിൽ തുടക്കത്തിലുള്ള സ്ക്രീനിങ്ങിൽ തന്നെ നല്ല രീതിയിൽ ലിവർ ഫൈബ്രോസിസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ലിവർ ഫൈബ്രോസിസ് എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഫാറ്റി ലിവർ ഉണ്ട്, ഫാറ്റി ലിവർ ഗ്രേഡ് 1 ആണ്, എൻ്റെ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആണെന്നൊക്കെ പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാണാം. പക്ഷേ ഈ സാധാരണ അൾട്രാസൗണ്ടിൽ നമുക്ക് ലിവർ ഫൈബ്രോസിസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. മുന്നൊക്കെ ലിവർ ഫൈബ്രോസിസ് കണ്ടുപിടിക്കാനുള്ള ആകെയുള്ള മാർഗ്ഗം ലിവർ ബയോപ്സി ആയിരുന്നു. ഒരു നീഡിൽ ലിവറിൽ കൊണ്ടുപോയിട്ട് അതിന് ഉള്ള പാത്തോളജി പരിശോധനയിലാണ് ഈ ഫൈബ്രോസിസ് കണ്ടുപിടിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ലിവറിൻ്റെ ഫൈബ്രോസിസ് കണ്ടുപിടിക്കാനായിട്ട് ഫൈബ്രോ സ്കാൻ എന്ന് പറഞ്ഞ ഒരു ഉപകരണം അവൈലബിൾ ആണ്. ഫൈബ്രോ സ്കാൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, ഫൈബ്രോ സ്കാൻ ലിവറിലുള്ള ഫാറ്റിൻ്റെ അളവ് കണക്കാക്കുകയും ചെയ്യും അൾട്രാസൗണ്ടിനെ പോലെ. പക്ഷെ അതിന് പുറമെ നമുക്ക് ഫൈബ്രോസിസിൻ്റെ എത്ര തീവ്രതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും. അന്നേരം ഇതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അതിന് പല രീതിയിലുള്ള തീവ്രതയുണ്ട്. ഇപ്പോൾ F0 എന്നാണ് ആദ്യത്തെ സ്റ്റേജ്, അതായത് ഫൈബ്രോസിസ് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ F1 എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ഫൈബ്രോസിസ് വന്നു, F2 കുറച്ചുകൂടി കൂടുതൽ, F3 എന്ന് വെച്ചാൽ നല്ല സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫൈബ്രോസിസ് ഉണ്ട്, F4 എന്ന് വെച്ചാൽ സിറോസിസിൻ്റെ ലെവലിലെത്തി. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ F3, F2, F1 ഒക്കെ നമുക്ക് ജീവിതശൈലി ക്രമീകരണം കൊണ്ട് ഒരു 10-15% വരെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റി F0 എത്തിക്കാൻ പറ്റും. അന്നേരം ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം സഹായിക്കുന്ന ഒരു സ്കാനാണ് ഫൈബ്രോ സ്കാൻ. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് ഫൈബ്രോ സ്കാനിന് എന്തൊക്കെയാണ് നമ്മളിപ്പം ടെസ്റ്റിന് വരുമ്പോൾ ഒരാൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഫൈബ്രോ സ്കാന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 3-4 മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് ആവശ്യമാണ് ഫൈബ്രോ സ്കാൻ ചെയ്യാൻ. ഫൈബ്രോ സ്കാൻ വളരെ എളുപ്പം ചെയ്യാവുന്ന ടെസ്റ്റാണ്. അതൊരു 10-15 മിനിറ്റ് വരെ ഒരാളുടെ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ. പക്ഷേ ഈ ഫാസ്റ്റിംഗ് നിർബന്ധമാണ്. കഴിയുന്നതും 3 മണിക്കൂർ 4 മണിക്കൂർ വരെ ഭക്ഷണമൊന്നും കഴിക്കാതെ വേണം ഫൈബ്രോ സ്കാൻ ചെയ്യാനായിട്ട്. ഈ ടെസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഏത് സ്റ്റേജിലാണ് ഫാറ്റി ലിവർ ഉള്ളത്, ഏത് സ്റ്റേജിലാണ് ലിവർ ഫൈബ്രോസിസ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ പ്രാധാന്യം വെച്ചാൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു സിറോസിസിൽ എത്തുന്നത് തടയാനും ജീവിതശൈലി നിയന്ത്രണം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈ അസുഖത്തെ നമുക്ക് ഭേദമാക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് വളരെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അത് ആ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ഈ അസുഖം മാറ്റാനുള്ള ശ്രദ്ധ നമ്മൾ എടുക്കേണ്ടതാണ്. താങ്ക് യു.